ഹലോ വീഡിയോയുടെ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ പല ആൾക്കാരും ഇപ്പം നിലവിൽ ഫേസ്ബുക്കിൽ നിന്നും യൂട്യൂബിൽ നിന്നും ഏണിങ്സ് ഉണ്ടാക്കണമെന്ന ആഗ്രഹത്തോടെ എന്നെ സമീപിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ അത് സാധാരണക്കാരാണ് കൂടുതലായിട്ടും വരുന്നതായിട്ട് കാണുന്നത്. അതിൽ പ്രായമുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഓക്കെ, അപ്പം എല്ലാ ആൾക്കാർക്കും എല്ലാ കഴിവുകളും ഉണ്ടാവണമെന്നില്ല. ചില ആൾക്കാർക്ക് പാട്ട് പാടാനുള്ള കഴിവുണ്ടാകും, ചില ആൾക്കാർക്ക് ഡാൻസ് കളിക്കാനുള്ള കഴിവുണ്ടാകും, ചില ആൾക്കാർക്ക് അഭിനയിക്കാനുള്ള കഴിവുണ്ടാകും, ചില ആൾക്കാർക്ക് വ്ളോഗ് ചെയ്യാനുള്ള കഴിവുണ്ടാകും, ചില ആൾക്കാർക്ക് കുക്കിംഗ് ചെയ്യാനുള്ള കഴിവുണ്ടാകും. ഇത്തരത്തിലുള്ള ഒരു കഴിവില്ലാത്ത പല ആൾക്കാരും നിലവിൽ ഈ സോഷ്യൽ മീഡിയ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അവരുടെ അക്കൗണ്ട്, ചില ആൾക്കാരൊക്കെ അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് കാണാൻ സാധിക്കും, ഒന്നും ഇടുന്നില്ല. അവരൊരു ഫോട്ടോ ഇട്ടിട്ട് തന്നെ ആ ഫോട്ടോ തന്നെ റീലായിട്ട് അപ്ലോഡ് ആക്കുന്നത്, അതുപോലെ തന്നെ ചുമ്മാ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഫോണിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോൺ എടുത്തിട്ട് അതിലേക്ക് ഇടുന്നത്. അപ്പൊ നിങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും നിങ്ങൾ വല്ലപ്പോഴും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്കൊരു നല്ലൊരു സക്സസ് ലഭിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പെർമനന്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു കണ്ടന്റ് ഉണ്ടാക്കാനുള്ള ഒരു കഴിവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരേ ഒരു കണ്ടന്റ് ആണ് നിങ്ങളുടെ ഡേ ലൈഫ്. അതായത് ഡേ ലൈഫ്, നിങ്ങളുടെ ദൈനംദിന ജീവിത രംഗങ്ങൾ. നിങ്ങൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുന്നത്, അതുപോലെ തന്നെ നിങ്ങൾ രാവിലെ ജോലിക്ക് പോകുന്ന വഴിയിൽ ഷൂട്ട് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഓഫീസിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തോ എത്തിയിട്ട് ജോലി തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്യുക. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ ഫുഡ് കഴിക്കുന്നത് നിങ്ങൾ ഷൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക. അതുപോലെ തന്നെ വൈകിട്ട് എവിടെയെങ്കിലും ചായക്കടയിലോ എവിടെയെങ്കിലും പോയിട്ട് നിങ്ങൾ ചിരിക്കുകയോ അല്ലെങ്കിൽ കളിക്കുകയോ അല്ലെങ്കിൽ സംസാരിക്കുന്ന സമയത്ത് അതും ചെറിയ രീതിയിലായിട്ട് ഒരു ഫോട്ടോ ഒരു വീഡിയോ എടുത്തിട്ട് അതും ഷൂട്ട് ചെയ്യുക. പിന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തി ഫാമിലി ആയിട്ടൊക്കെ കൂടിച്ചേരുന്ന സമയത്ത് അതും നിങ്ങളെ ഒന്ന് ഷൂട്ട് ചെയ്യുക. അപ്പോൾ പിന്നെ വീട്ടിൽ നൈറ്റിൽ ഉണ്ടാവുന്ന ലഞ്ച്. അപ്പോൾ ഡേ ലൈഫ് മീൻസ് ഇതാണ്, നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാവുന്ന ഓരോ കാര്യങ്ങൾ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് നമ്മളത് കട്ട് ചെയ്തിട്ട് ഒരു റീലാക്കി മാറ്റരുത്. അങ്ങനെയും ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അറിയാത്ത ഒരുപാട് പേരുണ്ട്. എല്ലാവരുടെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നൊരു ധാരണയാണ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ ഒരു തോട്ട് വെച്ചിട്ട് ഈ സോഷ്യൽ മീഡിയ രംഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ വിജയിക്കാനാവില്ല. നിങ്ങൾ ആ ഒരു ചിന്താഗതി ആദ്യം മാറ്റണം. ഈ മറ്റുള്ളവരല്ല നമ്മൾക്ക് ചെലവും കാര്യങ്ങളൊക്കെ തരുന്നത്. നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾ അധ്വാനിക്കുന്ന എമൗണ്ട് കൊണ്ട് തന്നെ ആയിരിക്കും, അല്ലാതെ മറ്റുള്ളവരെ കൊണ്ടല്ല. അപ്പൊ നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആ ഒരു തോട്ട് മാറ്റിയിട്ട് ഈ സോഷ്യൽ മീഡിയ രംഗത്തേക്ക് കടന്നു വരണം. പിന്നെ അത്യാവശ്യം വലിയ സംഭവം ഒന്നും വേണം. നിങ്ങൾ ഓഫീസ് ജോലിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വലിയ സ്ഥാപനത്തിലൊന്നും ജോലി വേണമെന്നില്ല. നിങ്ങളൊരു കൽപ്പണിക്കാരനായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ മീൻ പിടുത്തക്കാരനായാലും കുഴപ്പമില്ല, അതുപോലെ തന്നെ പെയിന്റുകാരനായാലും കുഴപ്പമില്ല. ഏത് ജോലി ആയാലും ശരി, അതിനോട് നിങ്ങൾ ആത്മാർത്ഥത പുലർത്തി അതിന്റെ കൂടെ തന്നെ ഒരു ചെറിയൊരു വീഡിയോ ഷൂട്ടും കൂടി ആയിട്ട് നിങ്ങൾ ഡെയിലി ഒരു വീഡിയോ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അതും കാണാൻ ഒരുപാട് പേരുണ്ടാവും. മനസ്സിലായി? എല്ലാം വാരി വലിച്ചിട്ട് ഒന്നും ചെയ്യാതെ നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എഡിറ്റ് ചെയ്യണം. അതിൽ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ കട്ടാക്കിയിട്ട് അത് എഡിറ്റ് ചെയ്തിട്ട് വേണം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പരമാവധി നമ്മൾ വീഡിയോയുടെ ലെങ്ത് കുറക്കാൻ നോക്കണം. വീഡിയോയുടെ ലെങ്ത് എത്രത്തോളം കൂടുന്നോ അതിനനുസരിച്ചിട്ട് നമുക്ക് റീച്ച് കൂടാനുള്ള സാഹചര്യം കുറയും. അപ്പോൾ ലെങ്ത് പരമാവധി കുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, പിന്നെ ചില ആൾക്കാരുടെ ധാരണ നമുക്ക് നല്ലൊരു ഐഫോണും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇതിലൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളൊരു ധാരണ. അപ്പൊ അതൊക്കെ നിങ്ങളുടെ തെറ്റായ ധാരണയാണ്. ഇപ്പൊ നിലവിൽ ഒരു 10,000 രൂപയുടെ ഫോൺ വാങ്ങിയാലും അതിൽ നല്ല രീതിയിൽ ക്ലാരിറ്റി ഉണ്ട്, ക്യാമറ ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യത്തിൽ ഒരു ടെൻഷനോ കാര്യങ്ങളൊന്നും വേണ്ട. അത്യാവശ്യം നല്ലൊരു വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റിയോട് കൂടി തന്നെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ആപ്പാണ് VN ആപ്പ്. ആ VN ആപ്പ് ആയിട്ട് ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഞാൻ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എഡിറ്റ് ആപ്പ് എന്നുള്ളൊരു ഫേസ്ബുക്കിന്റെ തന്നെ ആപ്പ് ഉണ്ട്, മെറ്റേഡിന്റെ ആപ്പ് ഉണ്ട്. ആ ആപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട. അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നല്ലൊരു വീഡിയോ ചെയ്ത് തരണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടന്റും ഇല്ലാത്തവർക്ക് ലാസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു കണ്ടന്റാണ് ഡേ ലൈഫ്. നിങ്ങളുടെ ദൈനംദിന ജീവിതം അത് നിങ്ങളൊരു കണ്ടന്റ് ആക്കി എടുക്കുക. അങ്ങനെ ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കണ്ടന്റിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്, നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാണ്, നിങ്ങളുടെ പ്രസന്റ് എങ്ങനെയാണ്, അതുപോലെ ആയിരിക്കും നിങ്ങളുടെ അക്കൗണ്ടിന്റെ ഗ്രോത്ത്. അത് ഫേസ്ബുക്കിലായാലും ശരി, യൂട്യൂബിലായാലും ശരി. ഓക്കെ, ഫേസ്ബുക്കിൽ നിലവിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ ആയി കിട്ടുന്നു എന്നാണ് പ്രത്യേകത.
കൂടാതെ $2,500 ആകുമ്പോൾ തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാനും പറ്റുന്നത്. യൂട്യൂബിൽ അങ്ങനെയല്ല. യൂട്യൂബിൽ മോണിറ്റൈസേഷൻ ആവാനും കുറച്ച് ടഫാണ്. കൂടാതെ നമുക്ക് ഏണിങ്സ് വന്നു കഴിഞ്ഞാൽ $100 ആവാണ്ട് ലഭിക്കത്തുമില്ല. ഓക്കെ, എന്തുകൊണ്ട് ഇതന്നെ ഒരു ചെറിയൊരു കണ്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോയുടെ മുന്നിൽ എത്തിച്ചത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു കണ്ടന്റും ഇല്ലാത്ത ഒരുപാട് പേര് എന്താണെന്ന് ചെയ്യേണ്ടത്, എന്താണെന്ന് ഇടേണ്ടത് ഒരു ലോജിക്കില്ല, ഒരു ഐഡിയ ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നിങ്ങളുടെ ജോലിയുമായിട്ടും നിങ്ങളുടെ ദൈനംദിന ജീവിതമായിട്ട് തന്നെ ഒരു കണ്ടന്റ് നിങ്ങൾ ഡെയിലി ഒരു വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ അതും നല്ല രീതിയിൽ റീച്ച് ആവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പൊ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ ഇനിയും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ. ജയ് ഹിന്ദ്.